ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കലീൽ ടെക്നിക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ പബ്ജീൻ്റെ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് പബ്ജീൻ്റെ പടം എങ്ങനെ സ്ക്രീനിൽ വെക്കാം ഇന്നത്തെ വീഡിയോ. അത് സ്നാപ്സീഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് അത് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഒരു ക്യാമറയെന്നോ ഒരു ഫോണായിട്ട് വെച്ചിട്ട് ഒരു ഫോട്ടോ നിങ്ങൾ എടുക്കുക, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഫോട്ടോ എന്നാൽ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കിയാൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നാണ് ബെല്ലൈക്കൺ നിങ്ങൾ എനാബിൾ ചെയ്ത ശേഷം എല്ലാവരുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമുക്ക് ഒരു ഫോട്ടോ എടുക്കണം. ഒരു ഫോണിൽ ഞാൻ പിടിച്ചിട്ടുള്ള ഒരു ഫോട്ടോ, പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഫോട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ പ്രൊഫൈൽ വോട്ടിങ് കണ്ടാൽ മനസ്സിലാവും ഞാൻ എടുത്തൊരു ഫോട്ടോ സ്നാപ്സീഡിൽ നിന്ന് എഡിറ്റ് ചെയ്തൊരു ഫോട്ടോ ആണ്. അങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കിയാൽ അത് നമ്മൾ സ്നാപ്സീഡിൽ നിന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് നൽകുക. ഇനി പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗാലറി പോയിട്ട് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. എങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ സെലക്ട് ചെയ്തു, എങ്ങനെ വേണമെങ്കിലും എടുക്കുക. എൻ്റെ ഇവിടെ താഴെ ടൂൾസിൽ പോയിട്ട് ലെൻസ് ബ്ലർ എന്നകത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് നമ്മൾ ചെറുതാക്കി എടുക്കുക. അടിയിൽ കാണുന്ന ഫിൽട്ടർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ട്രാൻസിഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ രണ്ട് ഫിംഗർ ഉപയോഗിച്ചിട്ട് വലിച്ചിട്ട് ഇതൊന്ന് അടിയിലേക്കൊന്നാക്കി കൊടുക്കുക. എന്നാൽ അത്ര തിരിയില്ല, അടിയിലോ മേലെയായിട്ടാവും. ബ്ലർ സ്ട്രെങ്ത് ഒരു 76 കൊടുക്കുക. ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ലോഡായി ബാക്ക്ഗ്രൗണ്ട് ബ്ലറായത്. മേലെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, എന്നാലും നല്ല ഇതായിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ടൂൾസ് പോയിട്ട് താഴെ കാണാം ഡബിൾ എക്സ്പോസർ, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗാലറി പോയിട്ട് ഇവിടെ അടിയിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഗാലറി പോയിട്ട് നിങ്ങൾ മറ്റേ ഫോട്ടോ ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു മങ്ങിയൊരു കളറാണ് നിങ്ങൾ കാണുക. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒപ്പാസിറ്റി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് ഫുള്ളൊന്നാക്കി കൊടുക്കുക. ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് കാണാം മങ്ങിയ ഫോട്ടോ കാണുന്നില്ല ബാക്ക്ഗ്രൗണ്ട്. അതിനാണ് നിങ്ങൾ മേലെ എഡിറ്റ് സ്റ്റാക്ക് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വ്യൂ എഡിറ്റ് എന്നകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡബിൾ എക്സ്പോഷൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ ബ്രഷിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ അടിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻവേർട്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ സൈഡിൽ ഒന്ന് നമ്മൾ നേരത്തെ ബ്ലറാക്കിയ ഫോട്ടോ ഇവിടെ വരേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നത്. നിങ്ങൾ തേച്ചൊന്ന് ആക്കിയെടുക്കുക. സമയം എടുത്ത് ആക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ശരിക്ക് നീറ്റായിട്ട് എടുക്കലാണ് ഏറ്റവും നല്ലത്. നമുക്കൊന്ന് ആക്കിയെടുക്കാം. തേച്ചും എല്ലാ ഭാഗവും നീറ്റായിട്ട് ചെയ്യുക, അതായിരിക്കും. എൻ്റെ ഇവിടെ അടിയിൽ ഡബിൾ എക്സ്പോഷർ എന്ന് പറയുന്നത് അത് 0 വെച്ചിട്ട് ഞാൻ ഒന്ന് എല്ലാവരും ഒന്ന് ഇങ്ങനെ അടുപ്പിച്ചൊന്ന് ചെയ്ത് കൊടുക്കാം. നീറ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഏകദേശം ഞാൻ ഇവിടെ ഫുള്ള് ബ്ലറെല്ലാക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ അടിയിൽ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. എൻ്റെ ഇവിടെ മേലെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കോപ്പി എന്നകത്ത് ക്ലിക്ക് ചെയ്യുക. എൻ്റെ ഇവിടെ മേലെ ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ അടിയിലൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പബ്ജീൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് ഡൗൺലോഡ് ചെയ്ത ശേഷം ടൂൾസിൽ പോയിട്ട് ഡബിൾ എക്സ്പോഷർ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പബ്ജീൻ്റെ പാടം ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇവിടെ പബ്ജീൻ്റെ പാടം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് 2 ഫിംഗർ വെച്ച് ക്രോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ അടുപ്പിച്ച് വെക്കരുത് കേട്ടോ, ഒന്ന് ഇത്ര ഒരു ഇതിൽ വെക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ ഒപ്പാസിറ്റി എടുത്തൊന്ന് ഫുള്ള് കൂട്ടി കൊടുക്കുക. ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ നേരെ എഡിറ്റ് സ്റ്റാക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം വ്യൂ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡബിൾ എക്സ്പോഷർ ബ്രഷ് ബട്ടൺ. നിങ്ങൾ ചെയ്യേണ്ടത്
ഇവിടെ നിങ്ങൾ ഡബിൾ എക്സ്പോഷർ മൈനസിലിട്ട് വെച്ചിട്ട് ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഇതാക്കി കൊടുക്കുക. 100-ലിട്ടിട്ട് വൃത്തിയിൽ ചെയ്യുന്നതാണ് എന്നാലും ഒരു ബെറ്റർ. എന്നിട്ട് ഇത് കുറച്ചതിന് ശേഷം സൈഡിലെല്ലാം ഒന്ന് റോഡെല്ലാം കൃത്യമായിട്ട് കിട്ടുക. സൈഡിലെല്ലാം ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക എല്ലായിടെയും. എന്നിട്ട് നമ്മൾ ഇതൊന്ന് 0-ലിട്ടതിന് ശേഷം ഇവിടെ എല്ലാം ഒന്ന് തോക്കിൻ്റെ അവിടെ ഒരു പ്രശ്നം വന്നു. ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡും പബ്ജിയുടെ എല്ലാ സൈഡും ഒന്ന് നമ്മൾ ഇങ്ങനെ ബ്ലർ ചെയ്ത് ഇങ്ങനെ എടുക്കുക. ഇതുപോലത്തെ കോർണറുകളെല്ലാം ഒന്ന് വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ സൈഡെല്ലാം ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം. എന്നിട്ട് മറ്റേ ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഈ ഗണ്ണിൻ്റെ ഭാഗത്തെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. എന്നാലേ നമുക്ക് നമ്മുടെ ഈ പൊസിഷൻ തന്നെ കിട്ടൂ. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ എല്ലാം മാച്ച് എടുത്തിട്ടുണ്ട്. ഏകദേശം ആയിട്ടുണ്ട്. എൻ്റെ അടിയിൽ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് മേലെ കോപ്പി ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്ക് അടിക്കുക. ഇവിടെ സ്റ്റൈല് നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ കൊടുക്കാം. ലോഡാവുന്നുണ്ട്. നല്ല സ്റ്റൈലൊക്കെ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക, എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക, സേവ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇപ്പോൾ റോഡ് ടു 300 സബ്സ്ക്രൈബേഴ്സിലാണ്. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂട്ടിത്തരുക. മാക്സിമം ഷെയർ ചെയ്യുക. റോഡ് ടു 300 ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.